ഹായ് ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് തേനുമായിട്ടാണ്. കുറേ നാളത്തെ ഓൺ വോയിസിന് ശേഷം ഇന്ന് ആദ്യമായിട്ടാണ് കേട്ടോ വീണ്ടും ഞാൻ ഓൺ വോയിസ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ ഉള്ളതാണ് കേട്ടോ ഈ തേൻ കൃഷി. പുഷ്പങ്ങളിൽ നിന്നോ പുഷ്പേതര ഗ്രന്ഥികളിൽ നിന്നോ തേനീച്ചകൾ പൂന്തേൻ ശേഖരിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കൊഴുത്ത ദ്രാവകമാണ് തേൻ. മധുരമുള്ളതും ഔഷധവുമുള്ള ഒരു പാനീയമാണ്. പുഷ്പങ്ങളിൽ നിന്നും ശേഖരിച്ച തേൻ ഈച്ചയുടെ ഉമിനീരുമായി യോജിപ്പിച്ച് വയറിനുള്ളിലാക്കി കൂട്ടിലേക്ക് കൊണ്ടുവരുന്നു. ഉള്ളിൽ സംഭരിച്ചിട്ടുള്ള തേനും വഹിച്ചുകൊണ്ട് ദീർഘദൂരം സഞ്ചരിക്കുന്ന ഈച്ച കൂട്ടിൽ വന്നാൽ ജോലിക്കാരായ ഈച്ചകൾക്ക് കൈമാറുന്നു. 150 മുതൽ 250 തവണ വരെ തേനിനെ വയറിലേക്ക് വലിച്ചെടുക്കുകയും തികട്ടുകയും ചെയ്യുന്ന പ്രക്രിയയിലൂടെ നല്ലവണ്ണം ദഹിപ്പിച്ച് പാകം ചെയ്ത തേൻ അറകളിൽ നിക്ഷേപിക്കുന്നു. അതിനുശേഷം തേനിൽ കടന്നുകൂടിയിട്ടുള്ള ജലാംശം വറ്റിക്കാൻ വേണ്ടി ചിറകുകൾ കൊണ്ട് വീശി ഉണക്കുകയും അങ്ങനെ സംഭരിക്കുന്ന തേനാണ് വർഷങ്ങളോളം കേടുകൂടാതെ ഇരിക്കുന്നത്. ശരീരത്തിലെ പൊള്ളലിന് മുതൽ നല്ല ഉറക്കത്തിന് വരെ തേൻ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടിരുന്ന കാണണേ. രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു. വെറും വയറ്റിൽ കഴിക്കുന്നതാണെങ്കിൽ അത്യുത്തമം. പനി, ജലദോഷം, മറ്റ് അണുബാധകൾ ഇവയൊന്നും വരാതെ തടയാൻ സഹായിക്കുന്നു. കൂടാതെ ദഹന വ്യവസ്ഥയെ ആരോഗ്യമുള്ളതാക്കുന്നു. രാവിലെ തേൻ കഴിക്കുന്നത് ശീലമാക്കിയാൽ ചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടും. ചർമ്മത്തിൽ ജലാംശം നിലനിർത്തുകയും തിളക്കമേറുകയും ചെയ്യും. രാവിലെ തേൻ കഴിക്കുന്നത് പതിവാക്കിയാൽ ശരീരഭാരം കുറയുകയും ചെയ്യും. തേൻ രുചികരമാണെന്ന് മാത്രമല്ല സൗന്ദര്യവർദ്ധകം കൂടിയാണ്. അപ്പോൾ ഇനി നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.